അംഗീകാരങ്ങൾ തങ്കച്ചന് പിന്നാലെ. കേരളത്തിലെ ഏറ്റവും മികച്ച ക്ഷീരസംരംഭകന് ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള ഏർപ്പെടുത്തിയ ക്ഷീരപ്രതിഭ പുരസ്കാരത്തിനാണ് യവനാർകുളം പുൽപ്പറമ്പിൽ ഡയറി ഫാം നടത്തുന്ന PA തങ്കച്ചൻ അർഹനായിരിക്കുന്നത്. ക്ഷീരമേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. കിടാരികളും പശുക്കളും ഉൾപ്പെടെ 10 വരെ എണ്ണം പശുക്കളെ വളർത്തുന്ന മാതൃകാ ക്ഷീരകർഷകനാണ് ക്ഷീരരത്ന പുരസ്കാരം നൽകുന്നത്. 11 മുതൽ 50 വരെ പശുക്കളെ വളർത്തുന്ന മാതൃകാ ക്ഷീര സംരംഭകനാണ് ക്ഷീരപ്രതിഭ പുരസ്കാരം നൽകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 120ഓളം കർഷകരാണ് ഇത്തവണ പുരസ്കാരത്തിന് അപേക്ഷിച്ചത്. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അവാർഡ് നിർണയ പരിശോധന പൂർത്തിയാക്കിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 39ഓളം പശുക്കളെ വളർത്തുന്ന പുൽപ്പറമ്പിൽ ഡയറി ഫാം ക്ഷീരമേഖലയിൽ മികച്ച മാതൃകയാണ്. അത്യുൽപാദനമുള്ള 20ഓളം പശുക്കളിൽ നിന്നായി പ്രതിദിനം 500 ലിറ്ററധികം പാലാണ് ഈ ഫാമിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രതിദിനം 40 ലിറ്ററധികം പാൽ ചുരുത്തുന്ന പശുക്കൾ വരെ തങ്കച്ചന്റെ ഫാമിലുണ്ട്. ആധുനിക ക്ഷീരസംരംഭത്തിന് വേണ്ട സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. ഫാം ലൈസൻസിന് പുറമെ ISO അംഗീകാരം കൂടി നേടിയ ഫാമാണ് തങ്കച്ചന്റേത്. കേരള വെറ്റിനറി സർവകലാശാലയുടെ ഫാം സ്കൂളായും ഈ ഫാം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായ പുൽകൃഷി, കിടാക്കളുടെ പരിപാലനം, തൊഴുത്തിലെ സാങ്കേതിക വിദ്യകൾ, ചാണക സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാം തന്നെ തങ്കച്ചന്റെ ഫാം മികച്ച മാതൃകയാണ്. തൈര്, നെയ്യ് തുടങ്ങി പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ അറിയപ്പെടുന്ന വോളിബോൾ താരം കൂടിയായ തങ്കച്ചൻ സംസ്ഥാനത്തെ നിരവധി ഡയറി ഫാമുകളുടെ ഡിസൈനർ കൂടിയാണ്. പശു വളർത്തലിലൂടെ മാത്രം പ്രതിമാസം 1.5 ലക്ഷത്തോളം രൂപ ആദായമായി നേടാനും ഈ കർഷകന് സാധിക്കുന്നുണ്ട്. ഈ അവാർഡ് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുരസ്കാരം കൊടുക്കുന്നത്. അത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ മേഖലയിൽ കിടന്നു വരുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഈ പാലിൻ്റെ വില കുറവും കാൽത്തീറ്റയുടെ വില കൂടുതലൊക്കെ കാരണം ഈ മേഖല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇതൊരു ഭയങ്കര പ്രചോദനം തന്നെയാണ്. കാരണം ചെറിയ ചെറിയ അവാർഡുകൾ വാങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയത്. ക്ഷീരമേഖലയിലെ മികവിന് 17 അവാർഡുകൾ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ക്ഷീരകർഷകയായ ഭാര്യ ബീന ഗുജറാത്തിൽ വെച്ച് നടത്തിയ അന്താരാഷ്ട്ര സെമിനാറിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 25,000 രൂപ വീതവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ക്ഷീരമേഖല ഇന്ന് വയനാടിന്റെ നട്ടലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരം കഠിനാധ്വാനവും അർപ്പണ മനോഭാവമുള്ള കർഷകർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ ക്ഷീരമേഖലയിൽ കൂടുതൽ പ്രചോദനമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.